2024 സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ കുട്ടിക്കാനത്ത് വെച്ച് നടക്കുന്ന CA ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. CAയുടെ ഭാരവാഹികൾ, ഡിസ്ട്രിക്ട് ഭാരവാഹികളും മേഖലാ ഭാരവാഹികളും ഒരുമിച്ച് ഇവിടെ വന്ന് മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടതിൽ CAയുടെ പഴയ ചരിത്രങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1951 നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ CA ഫോം ചെയ്ത് ട്രിവാൻഡ്രത്ത് റവറൻ ചോർബോ അമേരിക്കയിൽ നിന്ന് വന്ന് 51 വന്നു. അദ്ദേഹം 51 തന്നെ യൂത്ത് മീറ്റിംഗ് ആരംഭിച്ചു. 1976 സിൽവർ ജൂബിലി മീറ്റിംഗ് എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ച് നടന്നത് ഞാൻ ഓർക്കുന്നു. ഞാനും ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത മുഖാന്തരം, ട്രിവാൻഡ്രത്തുകാരുടെ ഇൻഫ്ലുവൻസ് മുഖാന്തരം ഞാൻ CAയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 1976 തൊട്ട് 81 വരെ CAയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റിലും മലയാളം ഡിസ്ട്രിക്റ്റിലും CAയുടെ സ്ഥാനത്ത് അനേകർ വന്നു. അനേകരുടെ നേതൃത്വം അതിന് അനുഗ്രഹമായിരുന്നു. ഇപ്പോൾ പാസ്റ്റർ ഷിൻസ് CAയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹവും ടീമും വന്ന് എന്നെ സന്ദർശിച്ച് ഞാൻ അഭിമാനമായിട്ട് കാണുന്നു. എല്ലാ സെക്ഷനിലും CA സജീവമായി മുന്നേറുന്നു എന്നറിഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We are Christ ambassadors. We are Christ ambassadors, and our colors we must unfurl. We must wear a spotless robe, clean and righteous before the world. We must show we are cleansed from sin, and that Jesus dwells within, proving duly that we are truly Christ ambassadors. Once again, നമ്മുടെ നിറങ്ങളെ നമ്മൾ വെളിപ്പെടുത്തണം. ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വഴിക്ക് വിരോധമായ ഒരു പ്രമാണമില്ല. CAക്കാരിൽ കൂടെ അത് ആ നിറങ്ങളെ വെളിപ്പെട്ട് വരുന്നത് മുഖാന്തരം we must show we are cleansed from sin, and that Jesus dwells within, proving duly that we are truly Christ ambassadors. വലിയ പദവിയാണ് ക്രൈസ്റ്റ് അംബാസഡർ എന്നറിയപ്പെടുന്നത്. വലിയ പദവിയാണ്. ഒരു രാജ്യത്ത് അംബാസഡറായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പദവിയായി കാണുന്ന പോലെ നമ്മളെ സ്വർഗത്തിൽ നിന്ന് അംബാസഡറായി ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും നാളെ അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ, അവൻ്റെ നാമത്തിൽ തീരുവാൻ ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവരും വലിയ ദർശനം പ്രാപിച്ചുകൊണ്ട് മടങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.